കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നടക്കുകയാണ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രതിപക്ഷ നേതാവായ വി സതീശനാണോ, മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തലയാണോ, അതിനൊക്കെ ഉപരി കെ വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് ഇങ്ങെത്തുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ സജീവമാണ്. അതിനൊരു മുന്നോടിയായി വെള്ളാപ്പള്ളി നടേശൻ ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നു. സതീശൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകില്ല, UDF അധികാരത്തിൽ വന്നാലും മുഖ്യമന്ത്രിയാകില്ല എന്നാണ് നടേശ ഗുരു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ, നടേശ ഗുരു പറഞ്ഞ UDF അധികാരത്തിൽ വരില്ലെന്നാണ്. UDF അധികാരത്തിൽ വരില്ലെങ്കിൽ താൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്ന് വി സതീശനും അടിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ മനസ്സിൽ എന്താണ്? കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കയറിയാണ് വെള്ളാപ്പള്ളി കളിച്ചത്. വി സതീശൻ പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സ്വന്തം ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അടുത്ത മുഖ്യമന്ത്രിയാകാൻ തയ്യാറായി നിൽക്കുന്ന നേതാവാണ്. കോൺഗ്രസിന് അധികാരം കിട്ടിയിട്ട് വേണ്ടേ, UDFന് അധികാരം കിട്ടിയിട്ട് വേണ്ടേ മുഖ്യമന്ത്രിയാകാൻ എന്നൊരു ചോദ്യം ബാക്കി. അത് വെള്ളാപ്പള്ളി ചോദിച്ചു. മാത്രമല്ല, സതീശൻ മുഖ്യമന്ത്രിയാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സതീശൻ മുഖ്യമന്ത്രിയാകുമെങ്കിൽ താൻ SN ട്രസ്റ്റ്, SNDP യോഗങ്ങൾ, SNDP സ്ഥാപനങ്ങളുടെ സ്ഥാനമാനങ്ങൾ രാജിവെക്കും എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അതിന് മറുപടിയായി സതീശൻ പറഞ്ഞത് UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ താൻ രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്നാണ്. എന്തായാലും സതീശനും വെള്ളാപ്പള്ളിയും തമ്മിൽ കൊമ്പ് കോർത്തിരിക്കുന്നു. വെള്ളാപ്പള്ളി ഇപ്പോൾ ഈ ഡയലോഗ് അടിക്കേണ്ട കാരണം എന്ത്? ആ ചോദ്യമാണ് ബാക്കി. വെള്ളാപ്പള്ളി ആഗ്രഹിക്കുന്നതും വെള്ളാപ്പള്ളിയെ കൊണ്ട് ആഗ്രഹിപ്പിക്കുന്നതും എല്ലാം അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് ഇപ്പോൾ UDF കൺവീനറാണ്. ബിസിനസ്സുകാരനാണ് അടൂർ പ്രകാശ്. അദ്ദേഹത്തിന് ബാറുകളുണ്ട്, പഞ്ചനക്ഷത്ര ഹോട്ടലുകളുണ്ട്. അങ്ങനെ ഒരു ബിസിനസ് ശൃംഖലയുടെ അധിപനാണ് അടൂർ പ്രകാശ്. പണമറിയാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അടൂർ പ്രകാശിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിക്കുന്നു. അതിനുള്ള സൂചനയാണ് സതീശൻ മുഖ്യമന്ത്രിയാകില്ല എന്ന വാദം വെള്ളാപ്പള്ളി ഉന്നയിച്ചത്. എന്തായാലും വെള്ളാപ്പള്ളിയുടെ വാദം ചർച്ചയായി കഴിഞ്ഞു. അതിന് സതീശൻ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടിയും കൊടുത്തു കഴിഞ്ഞു. വെള്ളാപ്പള്ളി പറയുന്നത് വീണ്ടും LDF അധികാരത്തിൽ വരുമെന്നാണ്. സതീശൻ്റെ കീഴിൽ UDF തോൽക്കുമെന്നാണ്. പക്ഷേ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് UDFന് ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അധികാരത്തിൽ വരുന്നത് ഒരു പക്ഷേ LDF ആയിരിക്കാം. പക്ഷേ UDFന് ടൈറ്റായി മത്സരത്തെ കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ ഒരു അവസ്ഥയിൽ UDF അധികാരത്തിൽ വന്നാൽ വി സതീശനെ വെട്ടി തൻ്റെ സിൽബന്ധിയും തൻ്റെ സമുദായക്കാരനുമായ അടൂർ പ്രകാശിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവരോധിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു ഡയലോഗ് അടിച്ചിരിക്കുന്നത്. സാധാരണ വാപോയ കോടാലിയാണ് വെള്ളാപ്പള്ളി നടേശൻ. വാപോയ കോടാലി എന്ന് നിസ്സംശയം പറയാം. എങ്കിലും വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ അതിന് വലിയൊരു പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള കൗമുദി പോലെയുള്ള ഒരു മാധ്യമം വെള്ളാപ്പള്ളി നടേശൻ്റെ മാധ്യമമായി അധപതിച്ചിരിക്കുകയാണ്. കേരള കൗമുദിയൊക്കെ വെള്ളാപ്പള്ളി നടേശൻ എന്ത് പറഞ്ഞാലും വലിയ വാർത്തയായി കൊടുക്കുന്നു. അതിന് വേറെ കുറേ ഇടപാടുകളുണ്ട്. അത് ഞാൻ തുറന്ന് പറയുന്നില്ല, അത് പറയേണ്ട അവസരവുമല്ല ഇത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വി സതീശൻ മുഖ്യമന്ത്രിയായാൽ താൻ SNDP SN ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്നാണ്. പകരം വി സതീശൻ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ്. രണ്ടുപേരും തമ്മിലുള്ള കൊമ്പ് കോർക്കൽ ശ്രദ്ധേയമാണ്. വെള്ളാപ്പള്ളി ഉന്നമിടുന്നത് UDF കൺവീനർ അടൂർ പ്രകാശിനെ മുഖ്യമന്ത്രിയാക്കാനാണ്. അടൂർ പ്രകാശ് വെള്ളാപ്പള്ളിയെ പോലെ തന്നെ
വലിയ സമ്പത്തുള്ള വ്യക്തിയാണ്. ഒരുപാട് ബാറുകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ശക്തമായ രീതിയിൽ പോരാടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായി വിജയിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM 18 അടവും പയറ്റിയിട്ടും ബി ജോയിയെ തോൽപ്പിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിന് വലിയൊരു സ്ഥാനം കോൺഗ്രസിലുണ്ട്. പക്ഷേ കോൺഗ്രസ് അത് കൊടുക്കുന്നില്ല. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വളഞ്ഞ വഴിയിലൂടെ അടൂർ പ്രകാശ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ. VD സതീശൻ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുത്തു കഴിഞ്ഞു. UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ താൻ കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് വനവാസത്തിന് പോകുമെന്ന സൂചനയാണ് VD സതീശൻ നൽകുന്നത്. എന്തായാലും VD സതീശനും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള പോര് മുറുകുകയാണ്.